Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malappuram. ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് മൊറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ബിജെപി രാഷ്ട്രീയത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞു. ജനാധിപത്യം മാനിക്കാത്ത ഏകാധിപത്യം മാത്രം കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയിൽ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നുവെന്നും ബിജെപി വിട്ട് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുത്ത എന്നെ ജനങ്ങൾ ചേർത്തു നിർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആനക്കച്ചേരി മുജീബ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ബിജെപി സ്ഥാനാർത്ഥി ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നെത്തിയ 36 പേർക്ക് കോൺഗ്രസ് അംഗത്വ വിതരണം നടന്നു. ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം വലിയാപ്പു പുളിക്കൽ, DCC ജനറൽ സെക്രട്ടറി PP ഹംസ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അജ്മൽ ആനത്താൻ, പുളിക്കൽ അഹമ്മദ് കബീർ, ആനത്താൻ അബൂബക്കർ ഹാജി, പൂക്കോടൻ ഫക്രുദ്ദീൻ ഹാജി, പറക്കുന്നൻ കുഞ്ഞാപ്പു, മാളിയേക്കൽ കുഞ്ഞു, PK വിശ്വനാഥൻ, PK നാരായണൻ, KK മുഹമ്മദ് റാഫി, PK ഗിരീഷ് കുമാർ, KC അബ്ദുൽ കരീം, പാറക്കൽ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. മൊറയൂർ ഗ്രാമപഞ്ചായത്ത് BJP സ്ഥാനാർത്ഥിയായിരുന്ന AK സിന്ധു ഉൾപ്പെടെ BJP, CPM, CPI തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി കടന്നുവന്ന 36 പേർക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് അംഗത്വ വിതരണം നടത്തി. പാലിന്റെ വില എത്രയാ? സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഈ സാഹചര്യത്തിന് മാറ്റം വേണ്ടേ? നാട്ടിലേതെങ്കിലും നല്ല ഒരു റോഡുണ്ടോ? എല്ലാം തകർന്നു കിടക്കുകയല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നില്ലേ? മലപ്പുറത്തെ കോളേജിൽ പണ്ടൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നേതാക്കന്മാരുടെ ശുപാർശ വേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് CPM കൈവശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണല്ലോ. BJP എതിർക്കുന്നത് CPM എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് BJP CPM എതിർക്കുന്നത്? ഈ കേരളത്തിന് പുറത്ത് CPM എവിടെയാണുള്ളത്? കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ സാധനം ബാക്കിയുണ്ടോ? CPM ഉണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് BJP എതിർത്ത് തോൽപ്പിക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കഴിയുമെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, മതന്യൂനപക്ഷങ്ങൾ ഓരോ ദിവസവും BJP സർക്കാർ റോളർ ഉരുട്ടുന്നത് പോലെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴും ഈ നാട്ടിലൊരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ആ പ്രതീക്ഷയാണ് ജനങ്ങളെ മുന്നോട്ട് നയിച്ചത്. ഒരു മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് കാശ്മീർ വരെ നടന്നുപോയല്ലോ. നടക്കുന്ന സമയത്ത് ലക്ഷാവധി ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം അണിചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് കേരളത്തിലെ കോളേജുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും വിദേശത്തേക്ക് പോവുകയല്ലേ? യൂറോപ്പിലേക്ക് പോവുകയല്ലേ? നമ്മുടെ വീടുകളൊക്കെ ഇന്ന് ആളുകൾ താമസിക്കാത്ത ഇടങ്ങളായി മാറുകയല്ലേ? നമ്മുടെ ആളുകൾക്ക് ജോലിയുണ്ടോ? കേരളത്തിൽ തൊഴിൽ കിട്ടാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്മാർട്ട് സിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കൂട്ടിക്കെട്ടി ഭരണത്ത് വയ്ക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായില്ലേ?